സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലാണ്. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് പറയുമ്പോൾ നമ്മൾ അതിൽ പറയുന്നത് എന്താണ്? സോഫ്റ്റ്വെയറിൻ്റെ റീ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഉണ്ട്, വീണ്ടും പ്രോസസ് ചെയ്യുക. അതായത് റീ എഞ്ചിനീയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ബിസിനസ് പർപ്പസിന് വേണ്ടി ഓൾറെഡി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറിനെ ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതിനെന്തൊക്കെ എഞ്ചിനീയറിംഗ് പ്രോസസ്സാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് റീ എഞ്ചിനീയറിംഗിൽ പറയുന്നത്. Re-engineering is most commonly defined as the redesign of business process and the associated system and organizational structures to achieve a dramatic improvement in business performance. ബിസിനസ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഉള്ള പ്രൊജക്റ്റിന് വീണ്ടും ഡെവലപ്മെൻറ്റ് നടത്തുക. അതിൻ്റെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡിസൈനിങ്ങിലൂടെ അത് പ്രോസസ്സ് ചെയ്യപ്പെട്ടിട്ട് കറൻറ്റായിട്ട് അതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ എക്സാമിനേഷൻ ആൻഡ് ചേഞ്ച് ഓഫ് 5 കമ്പോണൻറ്റ്സ് ഓഫ് ദ ബിസിനസ്: സ്ട്രാറ്റജി, പ്രോസസ്, ടെക്നോളജി, ഓർഗനൈസേഷൻ ആൻഡ് കൾച്ചർ. മെയിനായിട്ടും സോഫ്റ്റ്വെയർ റീ എഞ്ചിനീയറിങ്ങിൽ പറയുന്ന കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് ബിസിനസ് സ്ട്രാറ്റജി, 5 കമ്പോണൻറ്റ്സ് ഉള്ളത്. ഒന്ന് ബിസിനസ് സ്ട്രാറ്റജി, പ്രോസസ്സ്, ടെക്നോളജി, ഓർഗനൈസേഷൻ ആൻഡ് കൾച്ചർ. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതായത് ബിസിനസ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 5 സ്റ്റേജുകളാണിത്. ഈ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രോസസ്സിനെ പറയുന്നത് പേരാ റീ എഞ്ചിനീയറിംഗ്. ഓൾറെഡി ഉള്ള ഒരു പ്രൊജക്റ്റിനെ വീണ്ടും എഞ്ചിനീയറിംഗ് ചെയ്യപ്പെടുക, വീണ്ടും ഡെവലപ്മെൻറ്റ് നടത്തുക ഫോർ ബിസിനസ് പർപ്പസ്. അപ്പോൾ മെയിനായിട്ട് 2 തരത്തിലാണ് സോഫ്റ്റ്വെയർ ഈ ഒരു റീ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് ബിസിനസ് പ്രോസസ്സ് റീ എഞ്ചിനീയറിംഗും ഉണ്ട്, പിന്നെ സിസ്റ്റം റീ എഞ്ചിനീയറിംഗും ഉണ്ട്. 2 തരത്തിലുണ്ട്. അതായത് ബിസിനസ് പ്രോസസ് എഞ്ചിനീയറിംഗ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള റീ എഞ്ചിനീയറിംഗ്, ബിസിനസ് പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കോമൺ ആയിട്ട് റീ എഞ്ചിനീയറിംഗിൻ്റെ ഡെഫിനിഷനും അത് തന്നെയാണ്. അതേസമയം സിസ്റ്റം റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതുകൊണ്ട് സിസ്റ്റത്തിൻ്റെ അപ്ഡേഷൻ, ഫംഗ്ഷന് വ്യത്യാസമൊന്നും വരുത്താതെ സിസ്റ്റം അപ്ഡേഷൻ നടത്തുന്നതിനെയാണ് സിസ്റ്റം റീ എഞ്ചിനീയറിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബിസിനസ് പ്രോസസ്സിൻ്റെ റീ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിൽ എന്താണെന്നും അതിൽ പ്രധാനപ്പെട്ട BPR മോഡലുണ്ട്, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് മോഡൽ എന്ന് പറയും. അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എക്സ്റ്റെൻസ് ഫാർ ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജീസ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അതിന് പറയുന്നത് ബിസിനസ് പ്രോസസ്സ് എന്താണ് എന്നാണ്. ബിസിനസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, ബിസിനസ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന പ്രോസസ്സിനെയാണ് ബിസിനസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് സെറ്റ് ഓഫ് ലോജിക്കലി റിലേറ്റഡ് ടാസ്ക് പെർഫോം ടു അച്ചീവ് എ ഡിഫൈൻഡ് ബിസിനസ് ഔട്ട്കം. എന്ത് ബിസിനസ് ഔട്ട്കമാണ് കിട്ടുന്നത് അതിന് ആവശ്യമായ പ്രോസസ്സ് ചെയ്യുക, അതിനാണ് ബിസിനസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കണം? നമുക്ക് കിട്ടിയിട്ടുള്ള ബിസിനസ് റിസോഴ്സിൽ നിന്നും എക്യുപ്മെൻറ്റ്സിനും കിട്ടുന്ന ഒരു കറക്റ്റ് എൻവയോൺമെൻറ്റിൽ നിന്നുകൊണ്ട് അത് പ്രോസസ്സ് ചെയ്യപ്പെട്ടിട്ട് നല്ലൊരു ബിസിനസ് ഔട്ട്കം ഉണ്ടാക്കുക, അതിനാണ് ബിസിനസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് BPR മോഡൽ, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് മോഡൽ എന്താണ് എന്ന് നോക്കാം. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ മോഡൽ പറഞ്ഞ പോലെ തന്നെയുള്ളൊരു മോഡലാണ്. റീ എഞ്ചിനീയറിങ്ങിൻ്റെ മോഡലാണ് BPR എന്ന് പറയുന്നത്. SDLC പല മോഡൽ, റിക്വയർമെൻറ്റ് മോഡൽ, ഡിസൈൻ മോഡൽ, അങ്ങനെ ഒരുപാട് മോഡൽ പഠിച്ച റീ എഞ്ചിനീയറിങ്ങിൽ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിലെ മോഡലാണ് BPR മോഡൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറാണിത്. നിങ്ങൾക്ക് മനസ്സിലായി, ചിത്രം കണ്ടാൽ അറിയാം. ഇതിൽ 6 കമ്പോണൻസ് ആണ് ഉള്ളത്. ബിസിനസ് ഡെഫിനിഷൻ, പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ, പ്രോസസ് ഇവാലുവേഷൻ, പ്രോസസ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിസൈൻ, പ്രോട്ടോടൈപ്പിംഗ്, റിഫൈൻമെൻറ്റ് ആൻഡ് ഇൻസ്റ്റാൻഷിയേഷൻ. ഇത്രയും തന്നെ ഉള്ളത്. ഇത് നമ്മൾ സാധാരണ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പോലെ തന്നെയാണ് ആ പേരുകളിലുള്ള ചേഞ്ച്. കാരണം അതൊരു റീ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ടുള്ള ചേഞ്ച് മാത്രമാണ് ഇത് വ്യത്യാസമുള്ളത്. ഈ 6 ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യം ബിസിനസ് ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത ഒരു വർക്കിൻ്റെ മെയിൻ ബിസിനസ് ഗോൾ എന്താണെന്ന് മനസ്സിലാക്കലാണ് ബിസിനസ് ഡെഫിനിഷനിൽ. അതായത് നമുക്ക് ആ ഒരു മെയിനായിട്ട് 4 കീ ഡ്രൈവ്സാണുള്ളത്: കോസ്റ്റ് റിഡക്ഷൻ, ടൈം റിഡക്ഷൻ, പിന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്,
ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എംപവർമെൻറ്റ്. ഈ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ഗോൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ബിസിനസ്സിന് ഡിഫൈൻ ചെയ്യുന്നത്. അവിടെ ബിസിനസ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. ഈ 4 കീ ഡ്രൈവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. അത് കോസ്റ്റ് റിഡക്ഷൻ, ടൈം റിഡക്ഷൻ, ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. ഈ 4 കീ ഡ്രൈവ്സാണ് യൂസ് ചെയ്യുന്നത്. ഈ 4 യൂസ് ചെയ്തുകൊണ്ടാണ് ബിസിനസ് ഗോൾ മനസ്സിലാക്കുന്നത്. അതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രോസസ് ഐഡൻറ്റിഫിക്കേഷനാണ്. ഈ പ്രോസസ്സ് ഇനി എങ്ങനെ ഈ ഗോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ലിമിറ്റഡ് പ്രോസസ് ദാറ്റ് ആർ ക്രിട്ടിക്കൽ ടു അച്ചീവിങ് ദ ഗോൾസ് ഡിഫൈൻഡ് ബിസിനസ് ഡെഫിനിഷൻ ആർ ഐഡൻറ്റിഫൈഡ്. ദേ മേ ദാൻ be ranked by importance by need for change or any other way that is appropriate for re-engineering activity. ഈ ഗോളിലോട്ട് നമ്മൾ എങ്ങനെ എത്താം എന്നുള്ള പ്രോസസ്സാണ് പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ. എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് പ്രോസസ് ഇവാലുവേഷനാണ്. എങ്ങനെയാണ് എക്സിസ്റ്റിംഗ് പ്രോസസ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു ക്വാളിറ്റിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ ബിസിനസ് ഗോളും കൂടി മനസ്സിലാക്കലാണ് പ്രോസസ് ഇവാലുവേഷൻ. ദ എക്സിസ്റ്റിംഗ് പ്രോസസ് ഈസ് thoroughly analyzed and measured. Process tasks are identified. The cost and time consumed by process tasks are noted. And quality performance problems are isolated. അതായത് ഓൾറെഡി ഉള്ള ക്വാളിറ്റിയിലൊന്നും പ്രശ്നങ്ങളൊന്നും വരാത്ത രൂപത്തിൽ ബിസിനസ് പ്രോസസ്സ് ആഡ് ചെയ്യുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. പ്രോസസ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിസൈൻ. Based on information obtained during the first 3 BPR activities, use cases are preferred for each process that is to be redesigned. നമ്മൾ മുന്നേ പറഞ്ഞ ഈ 3 ആക്ടിവിറ്റീസുകൾ യൂസ് ചെയ്തുകൊണ്ട് ആവശ്യത്തിന് ഉള്ള ഡിസൈൻ ചെയ്യൽ, ഈ 3 ആക്ടിവിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് ഈ 4ാമത്തെ പ്രോസസ് സ്പെസിഫിക്കേഷൻ ഡിസൈൻ ചെയ്യുന്നത്. അതായത് വീണ്ടും റീഡിസൈൻ ചെയ്യാണ്. നമ്മൾ മുന്നേ ഡിസൈൻ ചെയ്തിരുന്നു, പക്ഷേ ഈ ഒരു ബിസിനസ് ഗോളിന് വേണ്ടി വീണ്ടും നമ്മൾ റീഡിസൈൻ ചെയ്യണം. ഈ ആദ്യത്തെ 3 ആക്ടിവിറ്റീസ് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ പ്രോട്ടോടൈപ്പ് എന്തെങ്കിലും ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്രോട്ടോടൈപ്പിംഗ് എടുത്തുകൊണ്ടാണ് ഇത് നമ്മൾ ചെയ്ത ഗോള് ശരിയാണോ അല്ലെങ്കിൽ എറേഴ്സ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ നമ്മളൊരു കോഡിങ് ടെസ്റ്റിംഗ് ആണ്. അതിന് പകരമാണ് ഇവിടെ ഏതെങ്കിലും പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇതിലുള്ളത്. ലാസ്റ്റത്താണ് റിഫൈൻമെൻറ്റ് ആൻഡ് ഇൻസ്റ്റൻഷ്യേഷൻ. അതായത് നമ്മുടെ ഈ ഒരു എന്തെങ്കിലും ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷനോ വരുമ്പോഴാണ് റീ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് നടത്തുക. അതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് കൊണ്ട് നമ്മുടെ പ്രോസസ്സ് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് റെഡിയാക്കുക, അല്ലെങ്കിൽ അതായത് ലാസ്റ്റ് സ്റ്റേജാണ് റിഫൈൻമെൻറ്റ് ആൻഡ് ഇൻസ്റ്റൻഷ്യേഷൻ എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് ഫ്രം ദി പ്രോട്ടോടൈപ്പ് ദ ബിസിനസ് പ്രോസസ് റിഫൈൻ ആൻഡ് ദെൻ ഇൻസ്റ്റൻ. അതായത് കഴിഞ്ഞ സ്റ്റേജായ പ്രോട്ടോടൈപ്പിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതായത് അതിൽ ടെസ്റ്റിങ്ങിൽ വഴി എറേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എറേഴ്സ് തിരുത്തിക്കൊണ്ട് അടുത്ത സ്റ്റേജിലേക്ക് പോവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ലാസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് BPR മോഡൽ എന്ന് പറയുന്നത്, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് മോഡൽ. ഇനി അടുത്തതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മോഡൽ, റീ എഞ്ചിനീയറിംഗ് മോഡലാണ് പറയാനുള്ളത്. അതാണ് ഈ ഒരു മെയിൻസിലെ റീ എഞ്ചിനീയറിംഗിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇതാണ് BPR മോഡൽ എന്ന് പറയുന്നത്.